ഓക്കെ. അപ്പോ നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്. അതിലെ നാലാമത്തെ സെക്ഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ്. അത്ര എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 4. സെക്ഷൻ 4 മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ്. ഓക്കെ. നിങ്ങളോട് ആദ്യം ഒരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത്. എന്താണ് ചോദ്യം? പറഞ്ഞാട്ടെ. ഹൗ ഡു വി കാൽക്കുലേറ്റ് 18 into 5? എഴുതിയാട്ടെ. ഹൗ ഡു വി കാൽക്കുലേറ്റ് 18 into 5? അപ്പോ അയച്ചേക്കുന്നതിനകത്ത് ഒരു പേജ് വന്നിട്ടില്ലല്ലോ. അപ്പോ ഈ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന ഏറ്റവും അവസാന സെക്ഷൻ ഉണ്ടല്ലോ, എന്താ വ്യത്യാസ ഗുണനോ, അതിന്റെ 2 പേജാണ് അയക്കേണ്ടത്. അല്ല, ആ സെക്ഷൻ തുടങ്ങുന്ന 2 പേജില്ലേ, 18 ഗുണം 5 കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചോണ്ട് ചോദ്യമില്ലേ? ഓക്കെ. നോക്കാം. 18 ഗുണം 5 കണ്ടുപിടിക്കുന്നത്. ആരെ കണ്ടുപിടിക്കേണ്ടത്? 18 ഗുണം. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു? 18 5 കൊണ്ടങ്ങ് കുടിക്കും. ഒന്ന് കുടിച്ചു നോക്കിയാൽ സൈഡിലോട്ട് മാറ്റി. 18 ഗുണം 5 എത്ര വരുമെന്ന്? 90. ഇത് നമ്മള് മറ്റൊരു വിധത്തിലൊന്ന് ചെയ്യാൻ പോവാം. ബോർഡിലേക്ക് നോക്കിയിരുന്നേ. 18 into 5 ഈ 18 ഞാൻ ആദ്യം 10 + 8 എന്നെഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. ഇൻറ്റു 5 എന്നുവെച്ചാ 10 8 കൂടെ കൂട്ടുമ്പോഴാണ് 18 കിട്ടുന്നത്. ആ 18 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. നീ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അത് 8ാം ക്ലാസ് പഠിച്ചതാ. x into y plus z equal xy plus xz. x കൊണ്ട് y യെ ഗുണിക്കുക, x കൊണ്ട് z നെ ഗുണിക്കുക. ഇവിടിപ്പോ ഇത് വെളിയിലാണെന്ന് മാത്രമേ ഉള്ളൂ സംഗതി. അപ്പൊ ആരെയൊക്കെ തമ്മിൽ ഗുണിക്കണം ആദ്യം? 10 into 5 plus 8 into 5. 10 into 5 എത്ര? 50 plus 8 into 5 40. 50 plus 40 equal 90. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. എഴുതിയാട്ടെ. ഈ എഴുതി വെച്ചിരിക്കുന്ന ഐഡിയയെ അപ്പൊ എത്ര എഴുതി കഴിഞ്ഞോ? എത്ര എഴുതി കഴിഞ്ഞോ? നമ്മൾ ഇതിനെ ഒന്ന് ജോമെട്രിക്കലായിട്ട് പറയാൻ പോവാം. എന്തായിട്ട് പറയാൻ പോവാണ്? എല്ലാ ഐറ്റംസും താത്ത് വെച്ചേ. നമ്മൾ ഇതിനെ ഒന്ന് ജാമിതി വെച്ചുകൊണ്ട് എഴുതാൻ പോവാം. ബോർഡിലേക്ക് നോക്കാം. നമ്മളെ ഒരു റെക്റ്റാങ്കിൾ പരിഗണിക്കുന്നു. എന്ത് പരിഗണിക്കുന്നു? ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം പരിഗണിക്കുന്നു. ഈ റെക്റ്റാങ്കിളിന്റെ ഈ ചതുരത്തിന്റെ ലെങ്ത്, നീളം 20 ഇതിന്റെ ബ്രെഡ്ത്ത്, വീതി 5 എന്ന് എടുക്കും. ഒന്നുകൂടെ, നമ്മളൊരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം പരിഗണിക്കുന്നു. അതിന്റെ ലെങ്ത്, നീളം എത്രയായിട്ട് എടുക്കുന്നു? 20. വീതി ഐശ്വര്യ ബ്രെഡ്ത്ത് എത്രയായിട്ട് എടുക്കുന്നു? 8. അപ്പൊ അങ്ങനാണെങ്കിൽ ഇതിന്റെ ഏരിയ, പരപ്പളവ് എന്ത് വരും? 20 into 5. 20 ഗുണം 5. കിട്ടിയോ? എഴുതിയാട്ടെ. ഇത് മാത്രം പേന കൊണ്ട് ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി. പേന കൊണ്ട് ആ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. എന്നിട്ട് അതിനകത്തിലോട്ട് 20 5 എഴുതുക. എന്നിട്ട് അത് ഗുണിച്ച് 20 into 5 അതിന്റെ ഏരിയ ആയിട്ട് കാണിക്കാം. ശരിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി.
ഒന്നുകൂടെ ബോർഡിലേക്ക് നോക്കാം. ഇത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? ഇത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? ഞാൻ വീണ്ടും ഇതേ റെക്റ്റാങ്കിൾ, ഇതേ ചതുരം തന്നെ ഒന്നുകൂടെ വരയ്ക്കുന്നു. നിങ്ങളും വരച്ചേ ഇതേ ചതുരം റെക്റ്റാങ്കിൾ ഒന്നുകൂടെ വരച്ചേ. ഇതേ ചതുരം, ഇതേ റെക്റ്റാങ്കിൾ തന്നെ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ വെക്കും ഇതല്ലേ മുകളിൽ വരച്ചു വെച്ചേക്കുന്നത്, അനാമികങ്ങളൊന്നുമില്ല, പിന്നെന്തിനാണ് നമുക്ക് എന്താ വല്ല വട്ടുമല്ലോ കൊണ്ട് രണ്ടാമത് വീണ്ടും വരയ്ക്കാൻ. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ബ്രെഡ്ത്തിന്റെ അവിടെ, വീതിയുടെ അവിടെ 5 തന്നെ എഴുതുക. എഴുതിയാട്ടെ 5. ഇനി ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇവിടുന്ന്, അപ്പൊ ഇവിടെ 5 വരുമല്ലോ. ഇവിടെ നിന്ന് ഒരു ചെറിയ റെക്റ്റാങ്കിൾ ഒന്ന് മുറിച്ചങ്ങ് മാറ്റുന്നു. അപ്പൊ മുറിച്ചു മാറ്റുന്ന റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്, നീളം എത്രയാണ്? 5. അതിന്റെ വീതി ബ്രെഡ്ത്ത് എത്രയാണെന്നറിയാമോ? 2 ആണ്. എത്രയാണ്? അപ്പൊ ഇത് ബാക്കി എത്ര കാണും? എത്ര കാണും? 18. എത്ര കാണും? അപ്പൊ എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് രണ്ടാമത്തെ ഫിഗർ മനസ്സിലായോ? ഓക്കെ. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇത്ര എഴുതി കഴിഞ്ഞോ? ഇതിപ്പം 2 റെക്റ്റാങ്കിൾ ആയില്ലേ, 2 ചതുരമായില്ലേ. ഈ ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ, പരപ്പളവ് എത്ര വരും? അതിന്റെ ലെങ്ത്, നീളം 18, അതിന്റെ വീതി ബ്രെഡ്ത്ത് 5. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ, പരപ്പളവ് 18 × 5. അപ്പൊ ഈ ചെറുതിന്റെ ഏരിയയോ പരപ്പളവോ 5 × 5 × 2. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എഴുതിയാട്ടെ. ചോദിച്ചാട്ടെ. ഏതാ 10 രണ്ടാമത് എങ്ങനെ ശരിയാവുന്നു? ഏരിയ, പരപ്പളവ്. ഓക്കെ. സിത്താരെ ഇവിടെ വരച്ചു കഴിഞ്ഞോ? ഓക്കെ. ഇനി എല്ലാരും ബോർഡിലോട്ട് നോക്കിക്കേ. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ കണ്ടോ? 18 × 5 ആണല്ലോ. ഈ കാണുന്ന റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ ഏരിയ അല്ല, അത് തന്നെ പരപ്പളവ്. ഈ 18-നെ ഞാൻ 20 - 2 എന്ന് എഴുതിയാൽ ശരിയാണോ? ആണ്. കാരണം ആദ്യം അതിന്റെ ടോട്ടൽ ലെങ്ത്, ആകെ നീളം 20 ആയിരുന്നു. അതിനകത്തിൽ നിന്ന് ഒരു 2 കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ് നമുക്ക് ഈ 18 കിട്ടിയത്. അപ്പൊ 20 - 2 ഇൻറ്റു 5. അങ്ങനെ തന്നെ എഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. തൊട്ട് മുമ്പേ ചെയ്തതുപോലെ ചെയ്താൽ 20 × 5 കിട്ടുന്നില്ല, -2 × 5. അതെന്തു വന്നല്ലോ? മനസ്സിലായോ? പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണ്. എനിക്ക് വേണ്ടത് ഈ ഭാഗത്തിന്റെ ഏരിയയാണ്. അതാണല്ലോ 18 × 5 എന്ന് പറയുന്നത്. അത് കിട്ടാനായിട്ട് ആദ്യമുള്ള വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ, വലിയ ചതുരത്തിന്റെ പരപ്പളവ് അതെത്ര? 20 × 5. അതിൽ നിന്ന് ഈ മുറിച്ചു കളയുന്ന ഭാഗമായ 2 × 5 അഥവാ 5 × 2 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ പറയണം, ഐശ്വര്യ കത്തിയില്ല. ഈ 18 × 5 നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് എന്താണ്? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയാണ് പരപ്പളവ്. അത് കണ്ടുപിടിക്കാൻ ഈ ഫിഗർ വെച്ചുള്ള ഐഡിയ, ഈ ടോട്ടൽ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഈ വലിയ റെക്റ്റാങ്കിൾ, അതിന്റെ ഏരിയ എത്ര, പരപ്പളവ് എത്ര? 20 × 5. ഇതിന്റെ ലെങ്ത്, നീളം 20, ഇതിന്റെ വീതി ബ്രെഡ്ത്ത് 5 ആണ്. അപ്പൊ 20 × 5. അതിൽ നിന്ന് ഈ മുറിച്ചു കളഞ്ഞ ഭാഗത്തിന്റെ ഏരിയ, പരപ്പളവ് എത്ര?
5 ഇൻറ്റു 2. അത് സബ്ട്രാക്ട് ചെയ്താ പോരെ, കുറച്ചാ പോരെ? ശരിക്കും മനസ്സിലായില്ല വീണ്ടും. അപ്പൊ 20 ഇൻറ്റു 5 എത്ര? 20 ഇൻറ്റു 5 100. മൈനസ് 2 ഇൻറ്റു 5 10. 100-ൽ നിന്ന് 10 കുറച്ചാൽ 90. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല, എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? ആ പഠിപ്പിക്കുന്നില്ല. തീർത്ത് അത് ഞാൻ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞോ? ഇനി അടുത്ത വരി കണ്ടോ, ഒന്ന് വായിച്ചാട്ടെ. വി ക്യാൻ ഓൾസോ ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. 18 ഇൻറ്റു 5 ആൻഡ് 2 ഇൻറ്റു 5 ആഡഡ് ടുഗദർ ഗീവ്സ് 20 ഇൻറ്റു 5. എഴുതിയാട്ടെ ആ സെന്റൻസ് അങ്ങോട്ട്. ആ സെന്റൻസ് കണ്ടോ? അതങ്ങോട്ട്. അപ്പോ എന്നെ മലയാളം കണ്ടോ? ഇങ്ങനെയും ആലോചിക്കാം. 18 ഗുണം 5-നോട് 2 ഗുണം 5 കൂട്ടിയാൽ 20 ഗുണം 5 ആകുമല്ലോ. കണ്ടു. എഴുതിയോ? അപ്പൊ എന്ന് പറഞ്ഞാലേ, ഹലോ, 18 ഗുണം 5 ഈ റെക്ടാങ്കിളിന്റെ, ഈ ചതുരത്തിന്റെ ഏരിയ പരപ്പളവ്. 2 ഗുണം 5 ഈ ചെറുതിന്റെ ഏരിയ പരപ്പളവ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ നമ്മുടെ വലിയ റെക്ടാങ്കിൾ, വലിയ ചതുരമാകുന്നത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 20 ഇൻറ്റു ഒന്നൂടെ. ആദ്യം ഉണ്ടായിരുന്നത് വലിയ റെക്ടാങ്കിളാണ്, അതിനെയാണ് നമ്മൾ വെട്ടിമുറിച്ച് 2 ആക്കി വെച്ചേക്കുന്നത്. അതിൽ ഇതിന്റെ ഏരിയ പരപ്പളവ് എന്താണ്? 18 ഇൻറ്റു 5. ഇതിന്റെ ഏരിയ പരപ്പളവ് 2 ഇൻറ്റു 5. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ വലുതാകത്തില്ലേ? വലുതിന്റെ ഏരിയ പരപ്പളവ് എന്താണ്? 20 ഇൻറ്റു 5. അടുത്ത വരിയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ? 18 ഇൻറ്റു എഴുതിയാട്ടെ. തൊട്ടടുത്ത വരി, തൊട്ട് താഴത്തെ വരി പറഞ്ഞോ. അതിന്റെ തൊട്ട് താഴെയുള്ള വരി പറഞ്ഞോ. 18 ഇൻറ്റു 5 18 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ 18 പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ 20 ഇൻറ്റു 5. ഇനി നോക്കിക്കേ. 18 ഇൻറ്റു 5-നോട് 2 ഇൻറ്റു 5 കൂട്ടുന്നതിന് ചെയ്യേണ്ട പരിപാടി, രണ്ടിടത്തും ആരുണ്ട് പൊതുവായിട്ട്? 5 ഇങ്ങെടുത്തിട്ട് ഈ 18ഉം 2 കൂടെ കൂട്ടുക. 18 2 കൂടെ അപ്പൊ എത്ര കിട്ടും? 20. അപ്പൊ 20 ഇൻറ്റു 5 കിട്ടും. അത്ര ഐഡിയ എവിടെ കിട്ടിയോ? ഓക്കെ. അത്ര എഴുതി കഴിഞ്ഞ ഓൺലൈൻ കാര്യം. ഓക്കെ. ഹലോ, അയ്യോ, ഇനി അപ്പുറത്തെ പേജ് എടുത്തേ. അടുത്ത പേജ് എടുക്കാം. അവിടെ വീണ്ടും ഒന്ന് എഴുതി വെച്ചേക്കുന്നത് 18 ഇൻറ്റു 5 ഈക്വൽ
20 × 5 മൈനസ് 2 × 5. ഒരു സെക്കൻഡ് ഞാൻ കൊണ്ടുവരും. ഒരു സെക്കൻഡ് ഞാൻ കൊണ്ടുവരും. ഒരു സെക്കൻഡ് ഞാൻ കൊണ്ടുവരോണ്ടിരിക്കും. ആ ആ ഇതെന്തോന്നാലും പിടി കിട്ടിയോ? ഈ ഫിഗർ വെച്ച് പറഞ്ഞു. 18 × 5 ഈക്വൽ 20 × 5 മൈനസ് 2 × 5. ഫിഗർ വെച്ച് പറയും. അത്രയ്ക്ക് സംഗതി കത്തി. വലിയ റെക്ടാങ്കിളിന്റെ വലിയ ചതുരത്തിന്റെ ഏരിയയാണ് പരപ്പളവാണ് 20 × 5. അതിൽ നിന്ന് വേണ്ട ഈ ചെറുതിന്റെ ഏരിയയാണ് പരപ്പളവാണ് 2 × 5. അത് കുറയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ ഭാഗം അങ്ങ് എടുത്തു കളഞ്ഞാൽ പിന്നെ ആരെ കിട്ടും? 18 × 5 കിട്ടും. ക്ലിയർ ആയ സംഗതി? എഴുതിയാട്ടെ. 18 × 5 ഈക്വൽ 18 × 5 ഈക്വൽ 20 × 5 മൈനസ് 2 × 5. ഓൺലൈൻകാർ എത്ര എഴുതിയോ? ഓക്കെ. നമ്മൾ ഇതുപോലെ ആരെ കണ്ടുപിടിക്കാൻ പോവാണ്? ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആരെ കണ്ടുപിടിക്കണ്ടേ? ഈ ഉത്തരം എഴുതി വെക്കരുത്. ആരെ കണ്ടുപിടിക്കണ്ടേ? 48 × 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാരും ബോർഡിലേക്ക് നോക്ക്. പേനകത്താത്ത് നോക്ക്. ബുക്ക് അടച്ചു. സാധാരണഗതിയിൽ 38-നെ 5 കൊണ്ട് നേരിട്ട് ഗുണിച്ചാൽ മതി. ഈ ചെയ്തതുപോലെ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? 38-നെ എങ്ങനെ എഴുതും? 40 മൈനസ് 2 × 5. ഓക്കെ. ഇനി ഐശ്വര്യ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും നമ്മൾ? ആദ്യം 40 × 5 40 × 5 മൈനസ് 2 × 5 2 × 5. ചിത്താരെ 40 × 5 എത്ര? 5 4 20 200 മൈനസ് 2 × 5 200-ൽ നിന്ന് 10 കുറച്ചാൽ 100. അവിടെ കിട്ടിയോ? ഇത്രയുള്ള കാര്യം. ഇതെങ്ങനെ വന്നു എന്നുള്ളതിന്റെ വിശദീകരണമാണ് മുമ്പേ എന്ത് വെച്ച് നടത്തിയത്? റെക്ടാങ്കിൾ എടുക്കുന്നതും അതിൽ നിന്ന് കട്ട് ചെയ്യുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ആയിട്ട് പറഞ്ഞത്. ഐഡിയയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ കാര്യം ഇവിടെ കിട്ടിയോ? എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് എത്ര മനസ്സിലായോ? എഴുതിയാട്ടെ. എഴുതിയോ? എഴുതി. ക്ലാസ്സിലിരിക്കുന്നവർ എഴുതി കഴിഞ്ഞോ? ഇനി ബോർഡിലേക്ക് നോക്കാം. ഒരു കണക്കൂടെ എഴുതരുത്. 45 × 8. 45 × 45-നെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തി. 8-നെ എങ്ങനെ എഴുതും? 10 മൈനസ്. ഓക്കെ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഇതെങ്ങനെ ഗുണിക്കും പറഞ്ഞാൽ 45 × 10 മൈനസ് 45 × ഇതാണ് നമ്മൾ മുമ്പ് റെക്ടാങ്കിൾ ഐഡിയ പറഞ്ഞത്. 45 സെന്റിമീറ്റർ ലെങ്തും 10 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കിളിൽ നിന്ന്, ഒരു ചതുരത്തിൽ നിന്ന് 45 സെന്റിമീറ്റർ ലെങ്തും 2 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിച്ചു മാറ്റും. മുറിച്ചു മാറ്റിയാൽ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ലെങ്തും 8 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കിൾ ആയിരിക്കും എന്ന് പറയാനാണ് ആദ്യം അവർ റെക്ടാങ്കിൾ വെച്ച് പരിപാടിയൊക്കെ പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയോ? 45 × 10 450 മൈനസ് 45 × 2 90. 450-ൽ നിന്ന് 90 കുറച്ചാൽ 360. എഴുതിയാട്ടെ.
ഓൺലൈൻകാർക്ക് ഇത്ര മനസ്സിലായി? അടുത്ത വരിയിൽ ഒരു സെന്റൻസ് കിടക്കുന്നുണ്ടോ, അത് വായിച്ചാട്ടെ. വാട്ട് ഡിഡ് വി ഡു ഇൻ ദീസ് ടു കാൽക്കുലേഷൻസ്? ഈ രണ്ട് കാൽക്കുലേഷൻസിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഏത് രണ്ട് കാൽക്കുലേഷൻസിൽ? 38 ഇൻറ്റു 5-ലും 45 ഇൻറ്റു 8-ലും നമ്മൾ എന്താണ് ചെയ്തത്? അപ്പൊ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഈ രണ്ട് കണക്കുകളിലും ചെയ്തത് എന്താണ്? വായിച്ചാട്ടെ. ജസ്റ്റ് as we split the product of a sum by a number, we can also split the product of a difference by a number. അതൊന്ന് എഴുതിയാട്ടെ അങ്ങോട്ട്. അപ്പോ കണ്ടോ സെന്റൻസ്? ഓക്കെ. ഇല്ലയോ? ശരിയോ? ആ രണ്ട് വരി. ഓക്കെ, റെഡിയോ? ആ രണ്ട് വരി എല്ലാവരും എഴുതിയോ? ആ രണ്ട് വരിയിൽ എന്തോ എഴുതി വെച്ചേക്കുന്നല്ലോ, മനസ്സിലായോ? പിന്നെ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ സെക്ഷൻ തുടങ്ങിയപ്പോ നമുക്ക് 18 ഇൻറ്റു 5 കണ്ടുപിടിക്കണം. നമ്മളോട് എന്തോ ചെയ്ത പരിപാടി? 18-നെ രണ്ട് നമ്പറുകളുടെ സമ്മായിട്ട് എഴുതിയിട്ട് 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഈ രണ്ട് കണക്കിൽ നിങ്ങൾ എന്തോ ചെയ്തത്? 38-നെ 40 മൈനസ് 2 എന്ന് രണ്ടു പേരുടെ ഡിഫറൻസ് ആയിട്ട് എഴുതി അതിനെ 5 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നിങ്ങൾ എന്തോ ചെയ്തത്? 8-നെ 10 മൈനസ് 2 എന്ന് രണ്ടു പേരുടെ ഡിഫറൻസ് ആയിട്ട് എഴുതി എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ സംഗതി? ഇനി അടുത്ത വരിയിൽ എന്തോ എഴുതിയിരിക്കുന്നത്? നൗ ലെറ്റ് സീ whether we can split the product of two differences as we did for the product of sum. അവിടേക്ക് എന്തോന്ന് പറയാം. ഫോർ എക്സാമ്പിൾ we can write ഒന്ന് എഴുതിയാട്ടെ. 26 ഇൻറ്റു 17. 26 ഇൻറ്റു എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് ബോർഡിലേക്ക് നോക്കാം. ഈ രണ്ട് കണക്കിനകത്തിൽ നിങ്ങൾ ഒരാളെ അല്ലേ സ്പ്ലിറ്റ് ചെയ്തുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടുപേരെ എന്ത് ചെയ്യാൻ പോവാ? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. രണ്ടുപേരെ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പൊ 26-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 30 മൈനസ് 4 ഇൻറ്റു 17-നെ എങ്ങനെ എഴുതും? 20 മൈനസ് എഴുതിയാട്ടെ. 26 ഇൻറ്റു 17 ഈക്വൽ 30 മൈനസ് 4 ഇൻറ്റു 20 മൈനസ് ഓക്കെ. ഇത് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഒരു റെക്റ്റാങ്കിളിന്റെ സഹായത്തോടെ അവരിത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഈ സംഗതി എന്തുവാണ്? 26 സെന്റിമീറ്റർ ലെങ്തും 17 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു ചതുരത്തിന്റെ ഏരിയയാണ്, പരപ്പളവാണ് 26 ഇൻറ്റു 17. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 30 സെന്റിമീറ്റർ ലെങ്തും 4 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് 20 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ
തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അല്ല, ഇത് ഏരിയ തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഈ 30 - 4 എന്ന് പറയുന്നത് 30 ലെങ്തും 4 ബ്രെഡ്ത്തും ആണോ? അല്ല. 20 - 3 എന്ന് പറയുന്നത് 20 ലെങ്തും 3 ബ്രെഡ്ത്തും ആണോ? അല്ല. അപ്പോ നോക്ക, ആ ഫിഗർ കണ്ടോ? ആ ഫിഗർ നിങ്ങളൊന്ന് റഫായിട്ട് വരച്ചിട്ട് എവിടോട്ട്? ആ കൊടുത്തേക്കുന്ന ഫിഗർ നിങ്ങൾ ബുക്കിലോട്ടൊന്ന് റഫായിട്ട് വരച്ചിട്ടെ. ആ കൊടുത്തിരിക്കുന്ന ഫിഗർ റഫായിട്ടൊന്ന് വരച്ചിടുക. പടം മാത്രം വരച്ചാൽ പോരാ, അതിനകത്തുള്ള എല്ലാ മെഷർമെന്റും എഴുതണം കേട്ടോ. ദയ പടം കണ്ടോ? ദയ ആ പടം വരച്ചിട്ട് അതിന്റെ മെഷർമെന്റുകളും കൂടെ അതിന്റെ കൂടെ എഴുതണം കേട്ടോ. എഴുതിയോ? വരച്ച് അതിന്റെ മെഷർമെന്റ് ഒക്കെ എഴുതിയോ? ഇത്തരം പടം എഴുതി കഴിഞ്ഞോ? വായിച്ചാട്ടെ. ഫ്രം ദിസ് പിക്ചർ from this picture we can see that 26 into 17 17 plus 26 into 3 plus 4 into 17 plus 4 into 3 is equal to 30 into 20. നമ്മൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ എവിടെയോ ഒരിടത്തൊരു കറക്ഷൻ ഉണ്ട്. ഇത് 26ഉം ഇത് 4ഉം ആണ്. അപ്പൊ ഇവിടെ 26ഉം 3ഉം ആണ്. അതാണ് കറക്ഷൻ. ആ മെഷർമെന്റ് നിങ്ങൾ എഴുതിയിരിക്കുന്ന നോക്കാം. എന്റെ ഇവിടെ കളറിനകത്താണ്, നിങ്ങൾ ചിലപ്പോൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഇത് 26 into 3 ആണ്. കറക്റ്റ് ചെയ്തോ? ഇനി ബോർഡിലേക്ക് നോക്കിയേ. ഈ ഫിഗറിൽ നോക്കിയിട്ട് വേണം ഓരോന്നിന്റെ അർത്ഥം പറയാൻ. 26 into 17 എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? വേണ്ടേ? ഈ കാണുന്ന വലിയ റെക്ടാങ്കിളിന്റെ ഏരിയയാണ് 26 into 17. അപ്പൊ ഈ 26 into 3 എന്തുവാ? ഈ മുകളിൽ കാണുന്ന ഈ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയയാണ്, പരപ്പളവാണ് 26 into 3. അപ്പൊ ഇതിന്റെ ഏരിയയായി, ഇതിന്റെ ഏരിയ. വാട്ട് ഈസ് 4 into 17? ഈ സൈഡിൽ കാണുന്ന ഇതിന്റെ ഏരിയയാണ് 4 into 17. 4 into 3യോ? ഈ കോർണറിൽ കാണുന്ന ഇതിന്റെ ഏരിയ. അപ്പൊ ആ പടത്തിലുള്ള 4 പേരുടെ ഏരിയ ആയല്ലോ. ഈ 4 പേരുടെയും കൂടിയുള്ള ഏരിയ കൂട്ടിയാൽ നമുക്ക് എന്തുവാ കിട്ടുന്നത്? ഈ വലിയ റെക്ടാങ്കിളിന്റെ, ഈ വലിയ ചതുരത്തിന്റെ ഏരിയ. അതിന്റെ ലെങ്ത് എത്ര, നീളം എത്ര? 26ഉം 4ഉം കൂടെ കൂട്ടുന്ന 30 അതിന്റെ ലെങ്ത്. ഇതിന്റെ വീതി എത്ര, ബ്രെഡ്ത്ത് എത്ര? ഈ 17ഉം ഈ 3ഉം കൂടെ ചേരുന്ന 20. പ്രിയ സംഗതി എഴുതിയാട്ടെ.
ഏതാ? ഫ്രം ദിസ് പിക്ചർ വി ക്യാൻ സീ ദാറ്റ്. അപ്പൊ ഉണ്ടോ? ആ കഴിഞ്ഞോ? സിത്താരെ ശരി കഴിഞ്ഞോ? ഓക്കെ. ശരി. ഇനി എന്റെ താഴെ എന്ത് എഴുതിയിരിക്കുന്നത്? ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സീ ദാറ്റ് 26 into 17 equal 30 into 20 minus 26 into 3 minus 4 into 17 minus 4 into 3. എഴുതുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തോ. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സീ ദാറ്റ്. അപ്പൊ മലയാളം കണ്ടോ? ഉണ്ടോ? എഴുതിയാട്ടെ. അപ്പൊ രണ്ട് രീതിയിൽ എഴുതിയതിന്റെ അർത്ഥം പറയാം. തൊട്ട് മുകളിൽ എഴുതി വെച്ചേക്കുന്ന അർത്ഥം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയായിരുന്നല്ലോ. ഇതിനകത്തിൽ നിന്ന് എനിക്ക് ഈ 26 into 17 കണ്ടുപിടിക്കണം. 26 into 17 കണ്ടുപിടിക്കണം. എന്തോ മാർഗം? അത് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള 1, 2, 3 പേരെ വലതുവശത്തോട്ട് കൊണ്ടുപോകാം. ഓൾറെഡി വലതുവശത്ത് ആര് കിടപ്പുണ്ട്? 30 into 20 ഇവിടെ കിടപ്പുണ്ട്. അതിനകത്തിൽ നിന്ന് വേണ്ടേ 26 into 3 അതിവിടെ എന്ത് ചെയ്തേക്കുക? പ്ലസ് ചെയ്തേക്കുക. അപ്പുറത്തോട്ട് പോയാൽ മൈനസ്. 4 into 17 ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? അപ്പുറത്തോട്ട് പോയാൽ മൈനസ് ചെയ്യണം. അടുത്തത് 4 into 3 ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? അപ്പുറത്തോട്ട് പോയാൽ. ഇത് നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സിലായിരുന്നു. ഈ ഫിഗർ വെച്ച് എഴുതി പറയാമായിരുന്നെങ്കിൽ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയക്കകത്തിൽ നിന്ന് വേണ്ടേ ഈ 1, 2, 3 പേരുടെ ഏരിയ കുറച്ചാൽ ആരുടെ ഏരിയ കിട്ടും? ഈ 26 into 17 എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ. അതിനകത്തിൽ നിന്ന് 21, 22, 23 ഇവരുടെ 3 പേരുടെ ഏരിയ അങ്ങ് എടുത്തു കളഞ്ഞാൽ അത് ആരുടെ ഏരിയ ആയിരിക്കും? 26 into 17 ഏരിയ ആയിരിക്കും. ഇനി അപ്പുറത്തെ പേജ് എടുത്താട്ടെ. അപ്പുറത്ത് എന്താ പറഞ്ഞേക്കണേ? Now let's calculate each product on the right side of the equation. റൈറ്റ് സൈഡിലെ ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എഴുതട്ടെ. ആദ്യം 30 into 20 എന്റെ കൂടെ എഴുതിക്കോണം. 30 into 20 എത്ര? 30 into 20 എത്ര? 600. എത്രയാണ്? 600. വേണ്ട, ഇതൊക്കെ മതി. 30 into 20 equal 600. ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കണ്ടേ? എഴുതുക 26 into 3. ഒന്ന് നോക്കിക്കേ. ഈ 26 നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്ന ഫിഗറിനകത്ത്? മൊത്തമുള്ള 30ൽ നിന്ന് ഈ 4 കുറച്ചപ്പോഴല്ലേ കിട്ടിയത്. അപ്പൊ 30 മൈനസ് 4 into 3. 30 മൈനസ് 4 ഗുണം 3 ആണോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 30 into 3 മൈനസ് 4 into 3. 30 ഗുണം 3 90 മൈനസ് 4 ഗുണം 3 12. 90 12 കുറച്ചാൽ 78. എഴുതുന്നില്ലേ? ഞാൻ അടുത്ത ആളാരാ? 4 into 17. 4 ഗുണം 17. അപ്പൊ അതിനെ നമുക്ക് 4 into ഫിഗർ നോക്കി പറഞ്ഞേ. നിങ്ങൾക്ക് ഈ 17 എങ്ങനെ കിട്ടിയത്?
അപ്പൊ 20 മൈനസ് 3. അപ്പോൾ 4 ഇൻറ്റു 20 ഇനി ഇതെങ്ങനെ ഗുണിക്കുന്നത്? 4 ഇൻറ്റു 20 മൈനസ് 4 ഇൻറ്റു 20 എത്ര? 4 ഇൻറ്റു 20 80 മൈനസ് 4 ഇൻറ്റു 3 80 നിന്ന് 12 കുറച്ചാൽ 68. ലാസ്റ്റിലത്തെ ആളെ ഇനി പ്രത്യേകം ചെയ്യണ്ട, അതാണ് എടുത്തങ്ങ് എഴുതി വെക്കാം. 4 ഗുണം 3 സമം 4 ഗുണം 3 സമം 12. 4 ഗുണം 3 സമം 12. അത് എഴുതണം, അതിന്റെ കൂടെ എഴുതണം. 4 ഗുണം 3 സമം 12. ഇനി വേണ്ടേ, ഇതിനകത്തിലോട്ട് നമ്മൾ ഓരോ വിലയായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവാം. ഓരോ വിലയായിട്ട് അങ്ങോട്ട്. അപ്പൊ എഴുതിയാട്ടെ 26 ഇൻറ്റു 17 ഈക്വൽ 26 ഇൻറ്റു 17 ഈക്വൽ ഈക്വൽ 30 ഇൻറ്റു 20 എത്ര ആയിരുന്നു? 30 ഇൻറ്റു 20 600 മൈനസ് 26 ഇൻറ്റു 3 78 മൈനസ് 4 ഇൻറ്റു 17 68 മൈനസ് 4 ഇൻറ്റു 3 12. ഓക്കെ, ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. ദിസ് ഈസ് ഈക്വൽ ടു 600. ഇവര് 3 പേര് മൈനസ് അല്ലേ? സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുന്ന പരിപാടി? ഇത് 3 കൂടെ കൂട്ടി മൈനസ് ഇട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ അർത്ഥം മൈനസ് ഓഫ് 78 പ്ലസ് 68 പ്ലസ് 12 എന്നല്ലേ അർത്ഥം? 3 പേരെയും കൂടെ കൂട്ടുക, ഉത്തരത്തിന് എന്തിട്ട് കൊടുക്കുക? മൈനസ്. അപ്പോൾ 600 മൈനസ് കൂട്ടി പറഞ്ഞേ. റെഡി 120 158. എത്ര കിട്ടി ആൻസർ? 400 ഓക്കെ. മൊത്തത്തിൽ നമ്മൾ ഒരു 100 അടിച്ച പരുവത്തിയിരിക്കുകയാണ് അല്ലേ? നേരിട്ട് ഗുണിക്കേണ്ടതിന് പകരം കുറയ്ക്കുന്നു, ഗുണിക്കുന്നു. നേരിട്ട് ഗുണിക്കേണ്ടതിന് പകരം കൂട്ടുന്നു, കുറയ്ക്കുന്നു. ഇതെല്ലാം കൂടെ പറഞ്ഞ് വേണ്ട പുസ്തകത്തിലെ പേജ് നമ്പർ 77 കണ്ടു. 77 അവിടെ ഒരു മഞ്ഞ ബോക്സ് കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചാട്ടെ. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് യു ഗ്രേറ്റർ ദാൻ പി. ആ ഐഡിയയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പരിപാടിയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തത്? കൊണ്ടുവന്നു. ഇത്രയും പരിപാടി ഒന്നും പിടികിട്ടിയില്ലെങ്കിലും വേണ്ട, ഇനി പറയാൻ പോകുന്ന നോട്ട് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. അതിലേക്ക് വരുന്ന ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് മൊത്തം. എഴുതിയാട്ടെ നോട്ട്. എന്ത് എഴുതുന്നത്? ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ കണ്ടോ നോട്ട്? എന്ത് വരുന്നു? ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി. ശ്രദ്ധിക്കണം, എക്സും വൈയും യുവും വിയും ഒക്കെ എന്ത് നമ്പരാണ്? ഹലോ, എന്ത് നമ്പരാണ്? പോസിറ്റീവ് നമ്പർ. എന്ത് നമ്പരാണ്? 2 കണ്ടീഷൻ ഉണ്ട്. എക്സ് ആരേക്കാൾ വലുതാണ്? വൈ യേക്കാൾ വലുതാണ്. യു ആരേക്കാൾ വലുതാണ്? വി യേക്കാൾ വലുതാണ്. ഇത്ര എഴുതിയല്ലോ എല്ലാവരും. ഇനി താഴത്തെ വായിച്ചേ. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി. എക്സ് മൈനസ് വൈ ഇൻറ്റു വി. പറഞ്ഞാട്ടെ. ആദ്യം എക്സും യുവും കൂടെ ഗുണിക്കണം. എക്സ് യു. അടുത്തത് എക്സും മൈനസ് വിയും കൂടെ ഗുണിക്കണം. മൈനസ് എക്സ് വി. മൈനസ് വൈയും യുവും കൂടെ ഗുണിക്കണം. മൈനസ് വൈ യു. മൈനസ് വൈയും മൈനസ് വിയും കൂടെ ഗുണിക്കണം. പ്ലസ്. ഓക്കെ,
ഈ നാലാമത്തെ സെക്ഷനിലെ കണക്ക് ചെയ്യാൻ ആകെ പഠിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. എന്തൊക്കെയാണ്? എക്സ്, വൈ, യു, വി. ഇവർ എന്ത് നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സ്, വേറെ കണ്ടീഷൻ ഉണ്ട്. എക്സ് ആരേക്കാൾ വലുതാകണം വൈയേക്കാൾ, യു ആരേക്കാൾ വലുതാകണം വിയേക്കാൾ. അങ്ങനാണെങ്കിൽ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. അതിന് നോട്ടായിട്ട് എഴുതി വെച്ചല്ലോ. അടുത്തൊരു വഴി എഴുതുക. എക്സാമ്പിൾ നോട്ട് എഴുതിയില്ലോ, നോട്ട് എഴുതിയില്ലോ. അടുത്ത വഴി എക്സാമ്പിൾ. ഓൺലൈൻ എത്ര എഴുതിയോ? ഓക്കെ എഴുതി. എക്സാമ്പിൾ ബോർഡിലേക്ക് നോക്കാം. 26 ഇൻറ്റു 17 26 ഗുണം 17. ആൻസർ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതിക്കേ. ആൻസർ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതിക്കേ. എഴുതിയോ? എഴുതിയോ? ആൻസർ എന്ന് എഴുതിയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുക. എനിക്ക് വട്ടാന്നൊന്നും ചോദിക്കരുത്. 26നെ 17 കൊണ്ട് നേരിട്ട് കൊണ്ട് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 26നെയും 17നെയും രണ്ടുപേരുടെ ഡിഫറൻസ് ആയിട്ട് എഴുതി കുടിക്കാൻ പോവാം. എന്റെ കൂടെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എഴുതാട്ടെ. 26നെ എങ്ങനെ എഴുതും? 30 മൈനസ് 4 ഇൻറ്റു 17നെ 20 മൈനസ് 3. ഇതിപ്പോ തൊട്ട് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി പോലെ ആയില്ലയോ? ഇതൊന്ന് ചറാ പറ അങ്ങോട്ട് ഗുണിക്കാം. പറഞ്ഞാട്ടെ. 30 ഇൻറ്റു 20 എന്റെ കൂടെ എഴുതിക്കോണം. പറഞ്ഞു ശരിയാ. മൈനസ് 30 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു 20 പ്ലസ് 4 ഇൻറ്റു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇല്ല. 30 ഇൻറ്റു 20 3 2 6 2 0 ചേർത്താൽ 600 മൈനസ് 30 ഇൻറ്റു 3 90 മൈനസ് 4 ഇൻറ്റു 20 80 പ്ലസ് 4 ഇൻറ്റു 3 12. ഇത് ഈ കിടക്കുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്യരുത്. കാരണം 600ഉം 12ഉം പോസിറ്റീവ് നമ്പറാണ്. അപ്പൊ ആദ്യം അത് രണ്ടുകൂടെ കൂട്ടണം. 600 12 കൂട്ടിയാൽ 612. ഇവർ രണ്ടുപേര് നെഗറ്റീവാ. മൈനസ് 90 മൈനസ് 80 മൈനസ് 100 100 9 8 17 170. 612 നിന്ന് 170 കുറച്ച് പറഞ്ഞാട്ടെ. എത്ര വന്നു? 442. ഓക്കെ. ഈ നോട്ട് ബുക്ക് തൽക്കാലത്തേക്ക് മടക്കി വെക്കാം. വർക്ക് ബുക്ക് എടുക്കാം. നോട്ട് ബുക്ക് തൽക്കാലത്തേക്ക് മടക്കി വെക്കാം. എന്നിട്ട് വർക്ക് ബുക്ക് എടുക്കാം. വർക്ക് ബുക്ക് എടുക്കാം. നോട്ട് ബുക്ക് മടക്കി വെച്ചിട്ട് വർക്ക് ബുക്ക് എടുക്കാം. നോട്ട് ബുക്ക് മടക്കി വെച്ചിട്ട് വർക്ക് ബുക്ക് എടുക്കാം. പുതിയ സെക്ഷന്റെ പേര് എനിക്ക് സെക്ഷൻ 4. സെക്ഷൻ 4 മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ്. multiplication with difference. എഴുതിയോ? പുസ്തകത്തിലെ പേജ് നമ്പർ 77 കണ്ടോ? പുസ്തകത്തിലെ പേജ് നമ്പർ 77 കണ്ടോ? അവിടെ നടുക്കായിട്ട് ഞാൻ ഓൺലൈൻകാർ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന സെന്റൻസ്
Now calculate these product like this. കണ്ടോ കണ്ടോ Yes, sir. എന്തുവാ അപ്പോ അതിന്റെ മലയാളം? ഇത് ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ കണക്ക് കുറെ എളുപ്പമാക്കാം. അല്ലല്ല അതല്ല എന്റെ താഴെ ഈ ക്വസ്റ്റ്യൻ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ നേരെ മുകളിൽ കാണുന്ന സെന്റൻസ് കണ്ടോ? ഒരു 4 ചോദ്യം കൊടുത്ത് ചുവടെയുള്ള കണക്കുകൾ ചെയ്തു നോക്കൂ. അത് തന്നെ. ഹലോ എഴുതുക സെന്റൻസ്. Now calculate these products like this. Now calculate അതിൽ വേറെ പറയാം. Now calculate these products like this. എഴുതിയോ അണ്ടർലൈൻ ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കണ്ടോ? 38 into 49 എഴുതിയാട്ടെ. 38 into 49. 38 into 49. ആൻസർ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും എഴുതിക്കേ. ഇനി ഒരു സ്റ്റെപ്പ് പറയാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. 38 എങ്ങനെ എഴുതും? 40 - 2. 49 50 - 1. അതായത് ക്വസ്റ്റ്യനകത്തുള്ള 2 നമ്പറുകളെയും 2 പേരുടെ എന്തായിട്ട് എഴുതണം? ഹലോ 2 പേരുടെ എന്തായിട്ട് എഴുതണം? ഡിഫറൻസ് ആയിട്ട് എഴുതണം. 4 കണക്ക് കഴിയുമ്പോൾ ഞാൻ ആൻസർ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഓൺലൈൻ കണ്ടുപിടി കിട്ടിയോ? Yes, sir. Yes, sir. ചെയ്താൽ ഇപ്പൊ ചെയ്തേക്കുന്ന പോലെ തന്നെ